ഹലോ ഗായ്സ്, മനോഹരമായ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിലായിരുന്നു ഇത് കാണേണ്ടിയിരുന്നത്. കാരണം കേരളത്തിലാണ് നല്ല ചിന്താഗതിയും നല്ല മനോഭാവമുള്ള ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ജീവിക്കുന്നത്. എന്നാൽ ഇത് കാണുന്നത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അനർഹമായി ജയിലിൽ അടക്കുകയും അങ്ങനത്തെ സംഭവം ഉണ്ടായതിന് ശേഷം പ്രതിഷേധ റാലി സംഘടിപ്പിക്കുകയാണ് ഹിന്ദുക്കള്, മുസ്ലിങ്ങള്, പഞ്ചാബികള് എല്ലാവരും കൂടിയിട്ട്. എന്നിട്ട് അത് ശരിയല്ല ചെയ്തത് എന്ന് പറയുകയും പഞ്ചാബി പറയുന്ന വിഷയം നിങ്ങൾ ഇതിൽ കേൾക്കുക, അത് മുഴുവൻ കേൾപ്പിക്കാൻ പറ്റൂല, അത് കേൾപ്പിക്കാൻ സമയമില്ല, വളരെ ചെറിയ വീഡിയോ അല്ലേ. അതിൽ പഞ്ചാബി പറയുന്നത് എന്താണ്? ഇന്ന് മുസ്ലിങ്ങൾ അനുഭവിക്കുന്നു, ഇപ്പോൾ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്നു, ഇനി അടുത്തത് പഞ്ചാബികളായിരിക്കും എന്ന് പറഞ്ഞാൽ ഓരോരുത്തരായിരിക്കും. അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കുക, ഒരു സംഗതി വന്നാൽ ഒരുമിച്ച് പ്രതികരിക്കുക. ഇത് നമ്മുടെ നാട്ടിലത്തെ ക്രിസ്ത്യാനികളും ആലോചിക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു സഹോദരി പറയുന്നത് കേൾക്കുക. ഒരുമിച്ച് നിൽക്കാനുള്ള ആഹ്വാനമാണ്. ഇനിയും സമയം വൈകാതെ ശ്രദ്ധിക്കുക. ज्ञापन दिया है कि सब तरीके के लोगों को अपना अपना धर्म मानने की स्वतंत्रता है, चाहे वो जिस भी धर्म से आता हो। और ऐसे में ये जो संयुक्त मोर्चा बना है, इसी की वजह से आज पूरा ज्ञापन दिया गया है, उससे मांग की गई। എന്താ പറയുന്നത്? നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും അവനാന്റെ സ്വതന്ത്രമായി അവനാൻ വിശ്വസിക്കുന്ന അനുഷ്ഠാന ആചാരങ്ങൾ, ധർമ്മം എന്തൊക്കെയാണോ അത് കൊണ്ട് നടക്കാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. ഇത് മനസ്സിലാക്കുക. കേരളത്തിലുള്ള ക്രിസ്ത്യാനി സഹോദരിമാരെ, സഹോദരന്മാരെ, ഇതിൽ ഭൂരിപക്ഷം ആളുകളും നല്ലവരാണ്. ചില പാതിരിമാർ പറയുന്നത് കേട്ടാൽ വളരെ വിഷമം തോന്നും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണണം, കേൾക്കണം എന്ന് പറയാനുള്ള കാരണം. आयोग का गठन किया जाए कि अगर कोई कह रहा है कि धर्म परिवर्तन हो रहा है और ये कह रहा है कि परिवर्तन नहीं हो रहा है, तो दोनों का मसला वो आयोग सुलझाए, ना कि सड़क पे कोई मारपीट करके और किसी के साथ गलत करके। तो आस्था का प्रश्न तो देखिए, देश में विभिन्न प्रकार के फूल है, धर्म में हिंदू भी है, मुस्लिम भी है, बौद्ध भी है, ईसाई भी है, और ऐसे में आप जाति और धर्म लेके किसी को मारपीट करें, ये ठीक बात नहीं है। और इसी को लेकर ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ ആവശ്യം. എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് നിന്നുകൊണ്ട് ഏതൊരു സംഗതിനെയും അതിനെ പ്രതിരോധിക്കുക. അല്ലാതെ നിങ്ങൾ മുസ്ലിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട്, ക്രിസ്ത്യാനികളോടാണ് പറയുന്നത്, മുസ്ലിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ സുരക്ഷിതരാണ് എന്നൊരു ചിന്ത നിങ്ങളെ അപകടത്തിലേ ആക്കുകയുള്ളൂ. താങ്ക് യു.